സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദന്റെ രക്ഷകയായിട്ട് ഇസബെല്ല എത്തുന്നുണ്ട്. അവളാണ് തന്നെ ഋഷിയുടെ കേസിൽ നിന്നും രക്ഷിച്ചു എന്നുള്ള സത്യം പറഞ്ഞ് നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ നന്ദൻ പേടിയാണോ ഞെട്ടലാണോ അവന്റെ മുഖത്തുള്ളതെന്ന് അറിയില്ല. എന്തായാലും പാസ്റ്റിൽ ഇവരുടെ കോളേജ് മേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇസബെല്ലയ്ക്ക് എന്തൊക്കെയോ റോളുകൾ നന്ദന്റെ ജീവിതത്തിലുണ്ട്. ഇസബെല്ലയാണെങ്കിൽ നന്ദനെ കണ്ടതിന്റെ ത്രില്ലിലാണ്. ദേവികയുടെയും നന്ദന്റെയും ജീവിതത്തെക്കുറിച്ച് തന്നെ ചോദിക്കുന്നു. പിന്നെ തന്റെ പാപ്പൻ ഒരിക്കലും ചതിക്കില്ല എന്നും താൻ പറയുന്നത് മാത്രമേ പാപ്പൻ കേൾക്കത്തുള്ളൂ എന്നൊക്കെ ഇസബെല്ല നന്ദന് വാക്ക് കൊടുക്കുകയാണ്. എന്തായാലും ഇസബെല്ല തനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് വളരെ നന്ദിയുണ്ടെന്നും ഇനി നമ്മൾ സുഹൃത്തായി തന്നെ തുടരാമെന്നും അങ്ങനെ ഇസബെല്ല പറയുന്നുണ്ട്. കൂടിക്കാഴ്ചകൾ ഇനി ഒരുപാട് ഉണ്ടാവും, അതുകൊണ്ട് യാത്ര പറച്ചിലൊന്നും വേണ്ട എന്ന്. പിന്നീട് നന്ദനും കെവിനും നേരെ പോകുന്നത് ഡിവൈഎസ്പിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നിട്ട് സാറിനോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ നന്ദി, കുറ്റം ചെയ്തിട്ട് ഇവിടെ വന്ന് നന്ദി പറയുന്നോ? ഇസബെല്ല കാരണം കൊണ്ടാണ് ഇപ്പോ ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നതെന്നറിയാം. സാറ് ഞങ്ങൾക്ക് മാപ്പ് തരണം, അറിയാതെ പറ്റിപ്പോയിട്ട് പോയ ഒരു കയ്യബദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം മിണ്ടരുത്, എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത്, അറിയാലോ അവളെൻ്റെ ജീവനാണ്. എന്തായാലും ഇവിടെ നിന്നും പോണം, കുറ്റം ചെയ്തവരെ എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ എന്നൊക്കെ ഡിവൈഎസ്പി പറയുന്നുണ്ട്. അങ്ങനെ നന്ദനും കെവിനും ചേർന്ന് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ഡിവൈഎസ്പി ഒരു ഇതും കൂടി കൊടുക്കുന്നുണ്ട്. അവൾ നോ എന്ന് പറയുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവളെ പിണക്കാതെ നോക്കണമെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നന്ദനും ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്റെ രക്ഷകയായിട്ടെത്തിയിട്ടുള്ളവളെ കണ്ടുവെന്നും അത് തന്റെ കോളേജ് മേറ്റ് ആയിരുന്നുവെന്നും ഇസബെല്ല എന്നാണ് പേരെന്നൊക്കെ പറയുമ്പോൾ നന്ദന്റെ ഈ ഒരു വാക്കുകളിലൊക്കെ തന്നെ ഒരു ഇടർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാവതി അവന്റെ മുഖത്തെ പേടിയൊക്കെ തന്നെ ശ്രദ്ധിക്കണം. മോനെ, എനിക്കെന്തോ ഒരു ഭയം പോലെ തോന്നുന്നു. ഈ ഇസബെല്ല അത് പുതിയ വല്ല ചതിയുമായിരിക്കോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്തുദ്ദേശം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. അമ്മ പേടിക്കണ്ട, അവൾ എൻ്റെ സുഹൃത്തായിരുന്നോ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നെ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ പറയുമ്പോൾ എന്നാലും നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെയായത്? ചന്ദ്രോത്തുകാർക്ക് ഒന്നില്ലെങ്കിൽ ഒന്നായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്തായാലും നന്ദനാണെങ്കിൽ തന്റെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദേവികയാവട്ടെ മുരളിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നന്ദുവിന് എന്ത് പറ്റിയെന്നോ, നന്ദുവിന്റെ അതേ അസുഖം അമ്മയിലേക്ക് പകർന്നിട്ടുണ്ടെന്നും ഇനി എന്തായിരിക്കും നന്ദുവിന്റെ മാറ്റത്തിന് പുറകിലെന്നൊക്കെ ചോദിക്കുമ്പോൾ മുരളി പറയുകയാണ്, എന്തായാലും അവന്റെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ അടുത്തുള്ള അകൽച്ചയാണ്. അവന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഞാൻ ഇപ്പോൾ അവൻ ആരുമല്ലാതെയായി. കെവിനെ പോലെ ഒരു ബിസിനസ്മാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറിയപ്പോൾ ഡ്രൈവറാണ് തന്റെ ഉറ്റ സുഹൃത്തെന്ന് പറയാനായിട്ട് അവന് നാണക്കേട് തോന്നിക്കാണുമെന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇതിപ്പോ നന്ദുവിനേക്കാൾ പ്രശ്നം മുരളിയേട്ടനാണെന്നും നന്ദു അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല എന്നും പിന്നെ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞ് ദേവിക സ്വയം സമാധാനിക്കുകയാണ്. മുരളിയും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും വീട്ടിലേക്ക് ദേവികയും കൊണ്ട് മുരളി പോകുന്നുണ്ട്. അങ്ങനെ ദേവിക കാറിലിരുന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മുരളിയോട് പറയുകയാണ്, മുരളിയേട്ടാ എനിക്കൊരു വഴി തെളിഞ്ഞിട്ടുണ്ട് നന്ദുവിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, ഞാനത് എന്തായാലും ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എന്താ ദേവി, അത് പറയുന്നില്ല, സർപ്രൈസ് ആണെന്ന് പറയുന്നു. അങ്ങനെ അരുന്ധതി ആവട്ടെ തന്റെ മോനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. CPയോട് തന്റെ ആശങ്കയെക്കുറിച്ച് പറയുന്നു. എൻ്റെ മോന് ഇതെന്ത് പറ്റി, അവൻ ഇത്രയും നാളായിട്ട് എന്നൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല, അവൻ എവിടെയാണ്, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഞാൻ ഇനി ആരുടെ മുന്നിൽ പോയി നിൽക്കും? പോലീസുകാരാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ, ആർക്കെങ്കിലും വേണ്ടി സത്യങ്ങൾ മറച്ചു വെക്കുന്നതാണോ, ഒന്നും അറിയുന്നില്ല. ഇനി എവിടെ പോയി തട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഒരു അമ്മയുടെ ഒരു വേദനയോടുകൂടി നിൽക്കുന്നുണ്ട്. CPക്കാണെങ്കിൽ എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നും അറിയുന്നില്ല. എന്തായാലും ഇസബലയുടെ ആ ഒരു വരവ് അതത്ര പന്തികേടല്ല. കാരണം അവളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ നന്ദനെ ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇസബലയ്ക്കുള്ളതെന്നുള്ള കാര്യം വ്യക്തം. അപ്പോൾ പുതിയ ഒരു ദുരന്തവുമായിട്ടാണ് ഇസബല എത്തിയിരിക്കുന്നത്, ചന്ദ്രോത്ത് വീടിനെ വലിഞ്ഞു മുറുക്കാനായിട്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.